പാലക്കാട്ടെ പച്ചപ്പുകൾക്കിടയിൽ നിന്ന് കൊച്ചിയിലെ കോൺക്രീറ്റ് കാടുകളിലേക്ക് പറിച്ചു നടപ്പെട്ട ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെ കഥ. വിദ്യാഭ്യാസം എന്ന അളവുകോൽ വെച്ച് അപമാനിക്കപ്പെട്ടവൾ ജീവിതമെന്ന വലിയ സർവകലാശാലയിൽ വിജയിച്ച കഥ. ഇത് കാവ്യയുടെ കഥയാണ്. കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ അലങ്കരിച്ച ഓഡിറ്റോറിയം, എയർ കണ്ടീഷണറുകൾ തണുപ്പ് പടർത്തുമ്പോഴും കാവ്യയുടെ ഉള്ളുരുകുകയായിരുന്നു. പാലക്കാട്ടെ 7ാം ക്ലാസ്സുകാരിയായ താൻ കോടീശ്വരയായ സിദ്ധാർത്ഥിന്റെ ഭാര്യയാകാൻ പോകുന്നു എന്നത് അവൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പട്ടുസാരിയുടെ ഞൊറുകൾക്കുള്ളിൽ വിറയ്ക്കുന്ന കൈകൾ ഒളിപ്പിച്ച് അവൾ തലകുനിച്ചു. ചടങ്ങുകൾക്കിടയിൽ മൈക്ക് കയ്യിലെടുത്ത ഭർത്തൃമാതാവ് സുഭദ്ര അമ്മയുടെ ശബ്ദം ഹാളിൽ മുഴങ്ങി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ മകൻ സിദ്ധാർത്ഥിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ വിവാഹം നടക്കുന്നത്. വിദ്യാഭ്യാസമില്ലാത്ത, 4 അക്ഷരം ഇംഗ്ലീഷ് സംസാരിക്കാൻ പോലും അറിയാത്ത, ലോകവിവരമില്ലാത്ത ഈ പെൺകുട്ടിയെ മേനോൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന വലിയ സാമ്രാജ്യത്തിന് മരുമകളായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സദസ്സിൽ ഒരു ഞെട്ടലുണ്ടായി. പരിഹാസച്ചിരികൾ കാവ്യയുടെ കാതുകളിൽ ഈയം ഉരുക്കി ഒഴിച്ചതുപോലെ തോന്നി. സിദ്ധാർത്ഥ് അമ്മയെ തടയാൻ ശ്രമിച്ചെങ്കിലും അപമാനത്തിന്റെ കൂരമ്പുകൾ അപ്പോഴേക്കും കാവ്യയുടെ ഹൃദയം തുളച്ചു കഴിഞ്ഞിരുന്നു. കണ്ണുനീർ കാഴ്ചകളെ മറച്ചപ്പോൾ ആ വേദിയിൽ വെച്ച് അവൾ വെറും ഒരു വിവരമില്ലാത്ത പെണ്ണായി മുദ്രകുത്തപ്പെട്ടു. വിവാഹരാത്രിയിൽ കാവ്യയുടെ കണ്ണുകളിൽ നിന്ന് ഉറക്കം അകന്നുപോയിരുന്നു. സുഭദ്ര അമ്മയുടെ വാക്കുകൾ അവളുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു. താൻ വെറുമൊരു അലങ്കാര വസ്തുവോ ബാധ്യതയോ അല്ലെന്ന് തെളിയിക്കണമെന്ന വാശി ആ നിമിഷം അവളിൽ ജനിച്ചു. പിറ്റേന്ന് രാവിലെ സിദ്ധാർത്ഥ് അവളുടെ അരികിലെത്തി. കൈകളിൽ മുറുകെ പിടിച്ചു. കാവ്യ, അമ്മ പറഞ്ഞതൊന്നും നീ കാര്യമാക്കേണ്ട. ബിരുദ സർട്ടിഫിക്കറ്റുകളല്ല ഒരാളുടെ വ്യക്തിത്വം നിശ്ചയിക്കുന്നത്. നിന്റെ ഉള്ളിലെ നന്മയും കഴിവുമാണ് എനിക്കിഷ്ടം. നീ ആർക്കു മുന്നിലും തോറ്റുകൊടുക്കരുത്. സിദ്ധാർത്ഥിന്റെ ആ വാക്കുകൾ അവൾക്ക് പുതുജീവൻ നൽകി. അന്ന് വൈകുന്നേരം സിദ്ധാർത്ഥ് വീട്ടിലെത്തിയത് ഒരു പുതിയ തയ്യൽ മെഷീനുമായാണ്. മേനോൻ ബംഗ്ലാവിന്റെ ഒഴിഞ്ഞുകിടന്ന ഔട്ട് ഹൗസ് സിദ്ധാർത്ഥ് അവൾക്കായി വൃത്തിയാക്കി കൊടുത്തു. അതായിരുന്നു കാവ്യയുടെ ആദ്യത്തെ സാമ്രാജ്യം. പിറ്റേ ദിവസം തന്നെ കൊച്ചിയിലെ പ്രശസ്തമായ പ്രേരണ മഹിളാ മന്ദിരത്തിൽ തയ്യലും എംബ്രോയിഡറിയും പഠിക്കാൻ അവൾ ചേർന്നു. ആഡംബര കാറിൽ വന്നിറങ്ങുന്ന കാവ്യയെ കണ്ട് സഹപാഠികൾ ആദ്യം അമ്പരുന്നെങ്കിലും അവളുടെ എളിമയും പഠിക്കാനുള്ള തീവ്രമായ ആഗ്രഹവും അവരെ അടുപ്പിച്ചു. പകൽ മുഴുവൻ ക്ലാസ്സിലിരുന്ന് പാറ്റേണുകൾ വരച്ചും രാത്രി വൈകുവോളം ഔട്ട് ഹൗസിലിരുന്ന് തുണികളിൽ വിസ്മയങ്ങൾ തീർത്തും അവൾ കഠിനാധ്വാനം ചെയ്തു. പലപ്പോഴും സൂചി കൊണ്ട് വിരലുകൾ മുറിഞ്ഞെങ്കിലും അപമാനത്തിന്റെ മുറിവുകൾക്ക് മുന്നിൽ അതൊന്നും അവൾക്ക് വേദനയായി തോന്നിയില്ല. പാലക്കാട്ടെ വയലേലകളുടെ പച്ചപ്പും ക്ഷേത്രങ്ങളിലെ ചുവർ ചിത്രങ്ങളുടെ ഭംഗിയും അവൾ തന്റെ ഡിസൈനുകളിലേക്ക് പകർത്തി. വെറുമൊരു തയ്യൽക്കാരിയിൽ നിന്ന് വസ്ത്രങ്ങളിൽ കവിത എഴുതുന്ന കലാകാരിയായി അവൾ മാറുകയായിരുന്നു. തുടക്കം എളുപ്പമായിരുന്നില്ല. കാവ്യ തുന്നിയ വസ്ത്രങ്ങൾ ധരിച്ച് സുഭദ്ര അമ്മയുടെ മുന്നിലെത്തുമ്പോൾ പുച്ഛം നിറഞ്ഞ നോട്ടം മാത്രമായിരുന്നു മറുപടി. എന്നാൽ മാറ്റത്തിന്റെ തുടക്കം അപ്രതീക്ഷമായിരുന്നു. സിദ്ധാർത്ഥിന്റെ കമ്പനി സംഘടിപ്പിച്ച ഒരു സായാഹ്ന വിരുന്നിൽ കാവ്യ ഡിസൈൻ ചെയ്ത കേരളീയ തനിമയുള്ളതും എന്നാൽ ആധുനികവുമായ ഒരു കൈത്തറി സാരിയായിരുന്നു അവൾ ധരിച്ചിരുന്നത്. വിരുന്നിൽ പങ്കെടുത്ത പ്രശസ്തിയായ ഒരു ഫാഷൻ എഡിറ്റർ ആ സാരി കണ്ട് അത്ഭുതപ്പെട്ടു. ഇത് പാരീസിലെ ഏത് ഡിസൈനറുടെ വർക്കാണ് എന്ന ചോദ്യത്തിന് ഇത് പാലക്കാട്ടെ എന്റെ ഗ്രാമത്തിന്റെ വർക്കാണ് എന്ന് കാവ്യ വിറയ്ക്കുന്ന സ്വരത്തിൽ എന്നാൽ അഭിമാനത്തോടെ മറുപടി നൽകി. ആ നിമിഷം അവിടെ കൂടിയിരുന്നവരുടെ മുഖഭാവം മാറി. പരിഹാസം അത്ഭുതത്തിന് വഴിമാറി. പിന്നെ നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെയായിരുന്നു. ഓർഡറുകൾ പ്രവഹിക്കാൻ തുടങ്ങി. പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരമായി അവൾ രൂപകൽപ്പന ചെയ്ത പരിസ്ഥിതി സൗഹാർദ്ദ ജൂട്ട് ബാഗുകൾ കൊച്ചിയിലെ സ്ത്രീകൾക്കിടയിൽ തരംഗമായി. കാവ്യാസ് ക്രിയേഷൻസ് എന്ന പേരിൽ അവൾ തന്റെ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തു. പ്രശസ്തമായ ഒരു വനിതാ മാഗസിൻ അവളെക്കുറിച്ച് കൈവിരലുകളിൽ വിരിയുന്ന വസന്തം എന്ന തലക്കെട്ടിൽ ഫീച്ചർ ചെയ്തു. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്ന കുറവിനെ തന്റെ കലയോടുള്ള ആത്മാർത്ഥത കൊണ്ട് അവൾ മറികടന്നു. മാഗസിൻ കവറിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാവ്യയുടെ ചിത്രം കണ്ട സുഭദ്ര അമ്മ ദേഷ്യത്തോടെ അത് വലിച്ചെറിഞ്ഞു. തറവാട്ടിലെ പെണ്ണുങ്ങൾ തുണിക്കച്ചവടം നടത്തുന്നത് നമുക്ക് അപമാനമാണ് എന്ന് അവർ സിദ്ധാർത്ഥിനോട് തട്ടിക്കയറി. എന്നാൽ സിദ്ധാർത്ഥ് ശാന്തനായി പറഞ്ഞു,
ഇതൊരു കച്ചവടമല്ലമ്മേ, ഇതൊരു അതിജീവനമാണ്. കാവ്യയുടെ വളർച്ച അവിടെ തുടങ്ങുക മാത്രമായിരുന്നു. ഒരു സാധാരണ പ്രഭാതം. ഔട്ട് ഹൗസിലെ വർക്ക്ഷോപ്പിൽ പുതിയ ഓർഡറുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാവ്യയെ തേടി പോലീസ് എത്തുന്നത്. കൂടെ ഒരു വക്കീൽ നോട്ടീസും. നികുതി വെട്ടിപ്പ്, സാമ്പത്തിക ക്രമക്കേട്, വ്യാജരേഖ ചമയ്ക്കൽ, കേട്ടുകേൾവിയില്ലാത്ത കുറ്റങ്ങളാണ് കാവ്യയുടെ മേൽ ചുമത്തിയിരിക്കുന്നത്. സുഭദ്ര അമ്മയുടെ വിശ്വസ്തനായ കമ്പനി ഓഡിറ്റർ തന്ത്രപൂർവ്വം തയ്യാറാക്കിയ കെണിയായിരുന്നു അത്. നിന്റെ ഈ തയ്യൽക്കട പൂട്ടിക്കാൻ വേണ്ടി എനിക്കധികം സമയം വേണ്ട. സുഭദ്ര അമ്മയുടെ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി. പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ നിൽക്കുമ്പോൾ കാവ്യ വിറയ്ക്കുകയായിരുന്നു. സിദ്ധാർത്ഥ് ഓടിയെത്തി ജാമ്യമെടുത്തെങ്കിലും കേസ് കോടതിയിലേക്ക് നീങ്ങി. രാത്രികളിൽ കാവ്യ ഉറങ്ങിയില്ല. സിദ്ധാർത്ഥ് കൊണ്ടുവന്ന ഫയലുകളും കണക്ക് പുസ്തകങ്ങളും അവൾ പരിശോധിച്ചു. കാവ്യ, നമുക്കൊരു നല്ല വക്കീലിനെ വെക്കാം എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞെങ്കിലും കാവ്യ വിസമ്മതിച്ചു. ഇത് എന്റെ അഭിമാനത്തിന്റെ പോരാട്ടമാണ്. ഇതിലെ കള്ളം ഞാൻ തന്നെ കണ്ടുപിടിക്കണം. 7ാം ക്ലാസ് മാത്രം പഠിച്ച കാവ്യ കട്ടിയുള്ള നിയമപുസ്തകങ്ങളും അക്കൗണ്ടിംഗ് ബാലൻസ് ഷീറ്റുകളും നോക്കി പഠിക്കാൻ തുടങ്ങി. ഒടുവിൽ ഒരു രാത്രിയുടെ അന്ത്യയാമത്തിൽ അവൾ ആ സത്യം കണ്ടെത്തി. അസംസ്കൃത വസ്തുക്കൾ വാങ്ങിയതിന്റെ ബില്ലുകൾ, ഓഡിറ്റർ വരുത്തിയ തിരുത്തലുകൾ. കോടതിയിൽ വിചാരണ ദിവസം എത്തി. പ്രോസിക്യൂഷൻ വക്കീൽ കാവ്യയെ പരിഹസിച്ചു. വിദ്യാഭ്യാസമില്ലാത്ത ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ ബിസിനസ് കണക്കുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുക? ഇതെല്ലാം തട്ടിപ്പാണ്. എന്നാൽ സാക്ഷിക്കൂട്ടിൽ നിന്ന് കാവ്യ പതറിയില്ല. അവൾ ജഡ്ജിയോട് പറഞ്ഞു, സാർ, എനിക്ക് വലിയ ഡിഗ്രികളില്ലായിരിക്കാം, പക്ഷേ എന്റെ അധ്വാനത്തിന്റെ കണക്ക് എനിക്കറിയാം. തുടർന്ന് അവൾ കണ്ടെത്തിയ തെളിവുകൾ ഓരോന്നായി കോടതിക്ക് മുന്നിൽ നിരത്തി. ജൂട്ട് വാങ്ങിയ തീയതിയും ബില്ലിലെ തീയതിയും തമ്മിലുള്ള വൈരുദ്ധ്യം അവൾ ചൂണ്ടിക്കാട്ടി. കൃത്രിമം നടന്ന വഴികൾ ഒരു കണക്ക് ടീച്ചറെ പോലെ അവൾ വിശദീകരിച്ചു. കോടതി മുറി നിശബ്ദമായി. ഓഡിറ്റർ വിയർത്തു കുളിച്ചു. ഒടുവിൽ സത്യം ജയിച്ചു. യഥാർത്ഥ കുറ്റവാളികൾ പിടിക്കപ്പെട്ടു. കോടതി വിധി വന്ന ദിവസം സുഭദ്ര അമ്മ തലകുനിച്ച് നിൽക്കുന്നത് കാവ്യ കണ്ടു. അതൊരു വെറും ജയമായിരുന്നില്ല, കാവ്യയുടെ ആത്മവിശ്വാസത്തിന്റെ വിജയഭേരിയായിരുന്നു. നിയമ പോരാട്ടങ്ങളിലെ വിജയം കാവ്യയെ ബിസിനസ് ലോകത്തെ ചർച്ചാ വിഷയമാക്കി. അങ്ങനെയിരിക്കെയാണ് ഗ്ലോബൽ ഹൊറൈസൺ എന്ന അന്താരാഷ്ട്ര ഭീപൻ കാവ്യയെ തേടിയെത്തുന്നത്. കൊച്ചിയിലെ ഏറ്റവും വലിയ ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. കോട്ടും സ്യൂട്ടും അണിഞ്ഞ വിദേശികൾ കാവ്യയുടെ മുന്നിൽ വലിയൊരു കരാർ വെച്ചു. മാഡം, ഈ കരാർ ഒപ്പിട്ടാൽ കാവ്യാസ് ക്രിയേഷൻസ് ലോകം മുഴുവൻ അറിയപ്പെടും. നിങ്ങൾക്ക് കോടികൾ ലാഭം കിട്ടും. അവരുടെ പ്രതിനിധി പറഞ്ഞു. ഓഫർ കേട്ട് ആരും കണ്ണു തള്ളിപ്പോകും. സിദ്ധാർത്ഥ് പോലും അത്ഭുതപ്പെട്ടു. പക്ഷേ കരാറിലെ നിബന്ധനകൾ വായിച്ചപ്പോൾ കാവ്യയുടെ മുഖം മങ്ങി. പരിസ്ഥിതിക്ക് ദോഷമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങളുടെ നിറം കൂട്ടണമെന്നതായിരുന്നു അവരുടെ പ്രധാന ആവശ്യം. കൂടാതെ കുറഞ്ഞ കൂലിക്ക് തൊഴിലാളികളെ പണിയെടുപ്പിക്കാനുള്ള അനുമതിയും അവർ ചോദിച്ചിരുന്നു. കാവ്യ കരാർ പേപ്പർ മടക്കി മേശപ്പുറത്ത് വെച്ചു. ക്ഷമിക്കണം, ഈ കരാർ എനിക്ക് സ്വീകാര്യമല്ല. അവിടെ കൂടിയിരുന്നവർ ഞെട്ടി. നിങ്ങൾക്ക് വട്ടാണോ? ഇത്രയും വലിയ ഓഫർ ആരെങ്കിലും വേണ്ട എന്ന് വെക്കുമോ എന്ന് സുഭദ്ര അമ്മയുടെ ബിസിനസ് സുഹൃത്തുക്കൾ പരിഹസിച്ചു. മാഡം, ബിസിനസ് ആകുമ്പോൾ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണം, വിദേശ പ്രതിനിധി പറഞ്ഞു. കാവ്യ ഉറച്ച ശബ്ദത്തിൽ മറുപടി നൽകി. എന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് വിഷം നൽകാൻ എനിക്കാവില്ല. ലാഭത്തേക്കാൾ വലുത് എന്റെ മനസാക്ഷിയും മൂല്യങ്ങളുമാണ്. പ്രകൃതിയെ നോവിച്ചുകൊണ്ട് എനിക്ക് ഒരു വളർച്ചയും വേണ്ട. അവൾ ആ ഓഫർ നിരസിച്ചു. പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ കാവ്യയെ വിവരമില്ലാത്ത ബിസിനസ്സുകാരി എന്ന് വിശേഷിപ്പിച്ചു വാർത്തകൾ വന്നു. ബിസിനസ് മീറ്റിംഗുകളിൽ പലരും അവളെ കണ്ട് ചിരിച്ചു. സിദ്ധാർത്ഥിന് പോലും വലിയൊരു വിഷമം തോന്നി. എന്നാൽ കാവ്യ കുലുങ്ങിയില്ല. 3 മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ വാർത്താ ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസ് തെളിഞ്ഞു. ഗ്ലോബൽ ഹൊറൈസൺസ് കമ്പനി മാരകമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് പരിസ്ഥിതി നശിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ തട്ടിപ്പുകൾ പുറത്തുവന്നു. പല പ്രമുഖ കമ്പനികളും അവരുമായി ചേർന്ന് നഷ്ടത്തിലായി. കൊച്ചിയിലെ ബിസിനസ് ലോകം സ്തംഭിച്ചുപോയി. കാവ്യയുടെ ദീർഘവീക്ഷണം അവരെ അത്ഭുതപ്പെടുത്തി. അന്നവളെ പരിഹസിച്ചവർ തന്നെ അഭിനന്ദനങ്ങളുമായി എത്തി. പഠിപ്പല്ല, തിരിച്ചറിവാണ് വലുതെന്ന് കാവ്യ തെളിയിച്ചു. മാധ്യമങ്ങൾ അവളെ വാഴ്ത്തി. ഈ സത്യസന്ധമായ നിലപാടിന് സംസ്ഥാന സർക്കാർ ആ വർഷത്തെ മികച്ച സത്യസന്ധയായ സംരംഭയ്ക്കുള്ള അവാർഡ് നൽകി കാവ്യയെ ആദരിച്ചു. ടൗൺ ഹാളിലെ നിറഞ്ഞ സദസ്സ്.
ക്യാമറകളുടെ ഫ്ലാഷുകൾ മിന്നിമറയുന്നു. സംസ്ഥാനത്തെ ഏറ്റവും അഭിമാനകരമായ പുരസ്കാരവേദി. മുൻനിരയിൽ സിദ്ധാർത്ഥിനൊപ്പം ഗൗരവം വിടാത്ത മുഖവുമായി സുഭദ്ര അമ്മയും ഇരിക്കുന്നുണ്ടായിരുന്നു. മന്ത്രി വേദിയിലെത്തി കാവ്യയുടെ പേര് വിളിച്ചപ്പോൾ സദസ്സിൽ കരഘോഷം മുഴങ്ങി. ഒരിക്കൽ അപമാനത്താൽ തലകുനിച്ചു നിന്ന അതേ കൊച്ചി നഗരത്തിൽ ഇന്ന് ആദരവോടെ തലയുയർത്തി കാവ്യ നിന്നു. മന്ത്രിയിൽ നിന്ന് പ്രശസ്തി പത്രം ഏറ്റുവാങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മൈക്കിന് മുന്നിൽ നിന്നുകൊണ്ട് തന്റെ ലളിതമായ മലയാളത്തിൽ അവൾ സംസാരിച്ചു തുടങ്ങി. ബഹുമാനപ്പെട്ടവരെ, ഞാൻ വലിയ സ്കൂളുകളിൽ പോയിട്ടില്ല. എന്റെ സർവകലാശാല എന്റെ ജീവിതമായിരുന്നു. എന്നെ തളർത്താൻ ശ്രമിച്ചവരാണ് എന്നെ വളർത്തിയത്. പണത്തെക്കാളും വലുത് സത്യസന്ധതയാണെന്നും ബിരുദത്തെക്കാളും വലുത് വിവേകമാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു. ഈ പുരസ്കാരം എന്നെപ്പോലെ തന്നെ സ്വപ്നം കാണുന്ന എല്ലാ സാധാരണക്കാർക്കും സമർപ്പിക്കുന്നു. പ്രസംഗം കഴിഞ്ഞ് വേദിയിൽ നിന്ന് വരുന്ന കാവ്യയെ നോക്കി എല്ലാവരും അഭിനന്ദിച്ചു. അവൾ നേരെ നടന്നത് സുഭദ്ര അമ്മയുടെ അടുത്തേക്കാണ്. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്നു. കാവ്യ അമ്മയുടെ കാൽക്കൽ വണങ്ങി. ആ നിമിഷം സുഭദ്ര അമ്മയുടെ ഉള്ളിലെ മഞ്ഞുരുകി. വർഷങ്ങളായി താൻ വെച്ചു പുലർത്തിയിരുന്ന ദുരഭിമാനത്തിന്റെ കോട്ടകൾ തകരുന്നത് അവർ അറിഞ്ഞു. താൻ വിലയില്ലാത്തതാണെന്ന് കരുതിയ ആ പെൺകുട്ടിയാണ് ഇന്ന് തറവാടിന്റെ മാനം കാത്തതെന്ന് അവർക്ക് ബോധ്യമായി. വിറയ്ക്കുന്ന കൈകളോടെ അവർ കാവ്യയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എനിക്ക് തെറ്റുപറ്റി മോളെ. സുഭദ്ര അമ്മയുടെ ശബ്ദമിടറി. കണ്ണുനീർ കവിളിലൂടെ ഒഴുകിയിറങ്ങി. വിദ്യാഭ്യാസമാണ് വലുതെന്ന് ഞാൻ അഹങ്കരിച്ചു. പക്ഷേ നന്മയും സ്നേഹവുമാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസമെന്ന് നീ എന്നെ പഠിപ്പിച്ചു. എന്നോട് ക്ഷമിക്കൂ. ആ ഹാളിൽ സാക്ഷിയായി നിന്നവർ അതൊരു അപൂർവ നിമിഷമായിരുന്നു. മേനോൻ തറവാട്ടിലെ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള മഞ്ഞുരുക്കം മാത്രമല്ല, ആ ഹാളിൽ സാക്ഷിയായി നിന്നവർക്ക് അതൊരു അപൂർവ നിമിഷമായിരുന്നു. മേനോൻ തറവാട്ടിലെ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള മഞ്ഞുരുക്കം മാത്രമല്ല, പഴഞ്ചൻ ധാരണകളുടെ പരാജയം കൂടിയായിരുന്നു അത്. സുഭദ്ര അമ്മ കാവ്യയെ ചേർത്തു പിടിച്ചു. ആ കണ്ണീരിൽ വർഷങ്ങളുടെ പിണക്കങ്ങൾ അലിഞ്ഞുപോയിരുന്നു. വർഷങ്ങൾ അതിവേഗം കടന്നുപോയി. ബിസിനസ്സിൽ നിന്ന് ലഭിച്ച കോടികൾ കാവ്യ സ്വന്തം സുഖലോലുപതിക്കായി ഉപയോഗിച്ചില്ല. തന്റെ പഴയ ഗ്രാമത്തെ ഓർമ്മിപ്പിക്കുന്ന വയനാടിന്റെ ശീതള ഛായയിൽ അവൾ സ്നേഹദീപം എന്ന വിദ്യാലയം സ്ഥാപിച്ചു. പണമില്ലാത്തതിന്റെ പേരിൽ വിദ്യാഭ്യാസം മുടങ്ങുന്ന കുട്ടികൾക്ക് അതൊരു അത്താണിയായി. പണ്ട് തെരുവിൽ നിന്ന് കാവ്യ കണ്ടെടുത്ത അനാഥയായ അഞ്ജലി എന്ന പെൺകുട്ടി അവിടെ വളർന്നു. കാവ്യയുടെ കരുതലും ശിക്ഷണവും അവളിലെ മിടുക്കിയെ പുറത്തു കൊണ്ടുവന്നു. ഉന്നത വിദ്യാഭ്യാസം നേടിയ അഞ്ജലിയെ കാവ്യ തന്റെ ബിസിനസിന്റെയും സ്കൂളിന്റെയും ചുമതലകൾ ഏൽപ്പിച്ചു. എന്റെ മോളെ, ലാഭമല്ല സ്നേഹമാണ് നമ്മുടെ മൂലധനം എന്ന് കാവ്യ അവൾക്ക് ഉപദേശം നൽകി. വാർദ്ധക്യം കാവ്യയുടെ ശരീരത്തെ തളർത്തിയെങ്കിലും മനസ്സ് എന്നും ചെറുപ്പമായിരുന്നു. സുഭദ്ര അമ്മ മരിക്കുന്നതുവരെ കാവ്യയുടെ കൂടെ തന്നെയായിരുന്നു. സിദ്ധാർത്ഥും കാവ്യയുടെ സ്നേഹദീപത്തിലെ കുട്ടികൾക്കൊപ്പം ശിഷ്ടകാലം ചിലവഴിച്ചു. ഒരു മഴയുള്ള സായാഹ്നത്തിൽ സ്നേഹദീപത്തിന്റെ വരാന്തയിലിരുന്ന് മഴ നോക്കിക്കൊണ്ടിരിക്കെ കാവ്യ ശാന്തമായി ഉറക്കത്തിലേക്ക് വഴുതി വീണു. ആ വിയോഗമറിഞ്ഞ് കേരളം മുഴുവൻ വയനാട്ടിലേക്ക് ഒഴുകിയെത്തി. മന്ത്രിമാരും ബിസിനസ്സുകാരും സാധാരണക്കാരും ആ അന്ത്യയാത്രയിൽ പങ്കുചേർന്നു. കാവ്യ പോയെങ്കിലും അവൾ കൊളുത്തിയ വെളിച്ചം അണങ്ങില്ല. കാവ്യാസ് ക്രിയേഷൻ ലോകമെമ്പാടും സത്യസന്ധതയുടെ പര്യായമായി വളർന്നു. സ്നേഹദീപത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് കുട്ടികൾ അവളുടെ മൂല്യങ്ങൾ ലോകത്തിന് പകർന്നു നൽകി. മേനോൻ തറവാട്ടിലെ ചുവരുകളിൽ മാത്രമല്ല, തലമുറകളുടെ ഹൃദയത്തിൽ കാവ്യ എന്ന പേര് ഒരു പ്രത്യാശയുടെ പ്രതീകമായി. വിദ്യാഭ്യാസമല്ല, മറിച്ച് കഠിനാധ്വാനവും സത്യസന്ധതയുമാണ് ഒരാളെ ഉന്നതനാക്കുന്നത് എന്ന വലിയ പാഠം അവൾ കാലത്തിന് നൽകിയ സമ്മാനമായി ഇന്നും അവശേഷിക്കുന്നു.